ബ്രെയിൻ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സീഡ്സ് ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ സീഡ്സ്, അങ്ങനത്തെ ഇതിൻ്റെ മിക്സ് ലഡു ഒക്കെ വരുന്നുണ്ട്. ബ്രെയിൻ സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈസ് എ സംതിങ് കോൾഡ് എ ബ്രെയിൻ സൂപ്പർ ഫുഡ്? ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ഉണ്ട്. അഡ്വർടൈസ്മെന്റിൽ കൂടുതൽ വരുന്ന ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ആണ് കൂടുതലും. എന്നാൽ തന്നെ ബ്രെയിൻ്റെ ഹെൽപ്പിന് ഏത് ടൈപ്പ് ഫുഡ് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ബെറീസ് എന്ന് വെച്ചാൽ ബ്ലൂ ബെറീസ്, സ്ട്രോബെറീസ്, പിന്നെ നട്ട്സ് കാറ്റഗറിയിൽ വരുന്നത് ആൽമണ്ട്സ്, വാൽനട്ട് ഒരു നല്ല സൂപ്പർ ഫുഡായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ അവോക്കാഡോ, അങ്ങനത്തെ ഇതുകൾ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ ഫാറ്റി ഫിഷ്, ട്യൂണ പോലത്തെ അതൊക്കെ. കാരണം വെച്ചാൽ അതിനകത്തൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാടുള്ളതാണ്. ബ്രെയിൻ്റെ ഒരു 60% നമ്മൾ ആലോചിക്കണം അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫാറ്റാണ്. അപ്പോൾ എഗ്ഗ്, ഫാറ്റി ഫിഷ് ഇതും കഴിക്കാത്തവർക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, ഇങ്ങനത്തെ. പിന്നെ സീഡ്സ് എൻ്റെ കാര്യമാണല്ലോ ചോദിച്ചത്. സീഡ്സ്, പംകിൻ സീഡ്സിന് ഒരു അതിനകത്ത് ഒരുപാട് ബ്രെയിനിന് ആവശ്യമുള്ള വസ്തുക്കളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് സൂപ്പർ ഫുഡെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ്, അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ദ ബ്രെയിൻ.